എല്ലാവർക്കും നമസ്കാരം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് 1-ാം ക്ലാസ്സിലെ മലയാളം കുഞ്ഞെഴുത്ത് പ്രവർത്തന പുസ്തകത്തിലെ യൂണിറ്റ് 9 വീട് കെട്ടണം ഡിയ ഡിയ എന്ന പാഠഭാഗമാണ്. ആദ്യത്തെ പ്രവർത്തനം വിവിധ തരം വീടുകൾ. വിവിധ തരത്തിലുള്ള വീടുകളുണ്ട് അല്ലേ? ആ ചിത്രത്തിൽ ആദ്യം കാണുന്നത് ഏത് വീടാ? ഏറുമാടം. രണ്ടാമതായി കാണുന്നത് ഏതാ? ഹൗസ് ബോട്ട്. മൂന്നാമതായി കാണുന്നത് ഇഗ്ലു. നാലാമതായി കാണുന്നത് ടെൻറ്റ്. അഞ്ചാമതായി കാണുന്നത് ഫ്ലാറ്റ്. ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. അതിൽ 2 വീടുകളുടെ പേര് എഴുതിയിട്ടുണ്ട്, ഇഗ്ലുവും ഹൗസ് ബോട്ടും. ബാക്കി വീടുകളുടെ പേരുകൾ നാം എഴുതി ചേർക്കണം. എഴുതിയാലോ? ഇഗ്ലു ഏറുമാടം, ടെൻറ്റ് ഫ്ലാറ്റ്. ഓടിട്ട വീട് ഹൗസ് ബോട്ട്, കോൺക്രീറ്റ് വീട് ഷീറ്റിട്ട വീട്. രണ്ടാമത്തെ പ്രവർത്തനം വീട്ടിലെ വിശേഷങ്ങൾ എന്തെല്ലാം. ഒരു വീടിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് എഴുതേണ്ടത്. അങ്ങനെ എഴുതുമ്പോൾ മുറികൾ വേണം, ഉപകരണങ്ങൾ വേണം, വീടിൻ്റെ ഉപയോഗം വേണം, വീട്ടിൽ ആരെല്ലാം എന്നുള്ളതും ഉൾപ്പെടുത്തണം. ഞാനാണ് വീട്. എനിക്ക് വാതിലുകളും ജനലുകളുമുണ്ട്. ഇതിലൂടെ കാറ്റും വെളിച്ചവും ഉള്ളിൽ കടക്കും. ഉറപ്പുള്ള ഭിത്തിയും മേൽക്കൂരയും ഉണ്ട്. 3 മുറികളും അടുക്കളയുമുണ്ട്. ഭംഗിയുള്ള മുറ്റമുണ്ട്. കട്ടിലുകളും അലമാരകളും മേശകളും കസേരകളും മുറികളിലുണ്ട്. കൂടാതെ അടുക്കള ഉപകരണങ്ങളും അലക്കു യന്ത്രവും ടിവിയും ഫ്രിഡ്ജും ഇവിടുണ്ട്. കാറ്റിൽ നിന്നും മഴയിൽ നിന്നും ഉപദ്രവകാരികളായ ജീവികളിൽ നിന്നുമെല്ലാം ഞാൻ നിങ്ങളെ രക്ഷിക്കും. അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും മുത്തശ്ശനും മുത്തശ്ശിയുമുണ്ട് ഇവിടെ. അടുത്ത പ്രവർത്തനം വായിക്കാം. അച്ഛാ, നമുക്ക് വീട് വൃത്തിയാക്കാം. ഞാൻ പറഞ്ഞു. ശരി, നല്ല കാര്യം. ആരാ മുറ്റമടിക്കുന്നത്? ഞാൻ അടിക്കാം. ഞാൻ ചൂലുമായി പുറത്തേക്ക് ഓടി. ചേച്ചി വന്ന് നിലം തുടയ്ക്കാൻ തുടങ്ങി. അമ്മ ജനലിലെ പൊടി തുടച്ചു വൃത്തിയാക്കാൻ തുടങ്ങി. അപ്പോൾ ടോയ്ലറ്റോ? ചേച്ചി ചോദിച്ചു. അത് ഞാൻ തന്നെ വൃത്തിയാക്കാം, അച്ഛൻ പറഞ്ഞു. അല്പസമയത്തിനകം ജോലി തീർന്നു. ഇപ്പോൾ വീട് എന്തു സുന്ദരം! എനിക്ക് ആനന്ദമായി. നോക്കൂ, ഇവിടെ ഒരു പാട്ട് തന്നിട്ടുണ്ട്. വരികൾ കൂട്ടിച്ചേർക്കാനുമുണ്ട്. അപ്പോൾ ആദ്യത്തെ 5 വരി നോക്കാം. ഈ 5 വരി പാടി മനസ്സിലാക്കുക. അതിനുശേഷം പിന്നീട് തന്നിട്ടുള്ള 5 വരി പൂർത്തിയാക്കുക. ആദ്യത്തെ 5 വരി പാടി നോക്കാം. അച്ഛൻ മുറ്റമടിച്ചാലും അമ്മ മുറ്റമടിച്ചാലും ഏട്ടൻ മുറ്റമടിച്ചാലും ചൂല് പിണങ്ങില്ല, ചൂല് പിണങ്ങില്ല. ഇതേ മാതൃകയിൽ തന്നെ തുടർന്ന് വരുന്ന 5 വരികളിൽ വിട്ടുപോയ ഭാഗങ്ങൾ എഴുതി ചേർത്ത് പൂർത്തിയാക്കണം. അടുത്ത് വരുന്ന 5 വരി നോക്കാം. അച്ഛൻ നന്നായി കഴുകിയാലും അമ്മ നന്നായി കഴുകിയാലും ഞാൻ നന്നായി കഴുകിയാലും പ്ലേറ്റ് പിണങ്ങില്ല, പ്ലേറ്റ് പിണങ്ങില്ല. ഇതോടുകൂടി ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു. വീണ്ടും കാണാം.